ഇപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കാൻ ജീവനോടുണ്ട്, ജീവനോടുണ്ട്, കുഴപ്പമില്ല. ഈ ദിൽ രാജ് എന്ന് പറയുന്ന പേരിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താണെന്നറിയോ? ദിൽഖരാജ് എന്നായിരിക്കും. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാടിയാലാണ് ഇതിന്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. ഞാൻ ഗസല് പാടി കഴിഞ്ഞപ്പം ചിത്രേച്ചി ഇങ്ങനെ ആദ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിൽരാജ് എന്നെ ഫാനാക്കി കളഞ്ഞു. അതിലും വലിയൊരു तू है तो दिल धड़कता है. നമുക്ക് എന്ത് മെന്റൽ ടേമോയിൽ ഉണ്ടെങ്കിലും നമ്മളൊരു ഷോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷോ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ധർമ്മം. അത് കഴിഞ്ഞ് ഞാൻ ഇവര് പറഞ്ഞ പോലെ പി ജിയും എടുത്തു. പി ജി ഇല്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതെ. ഇനി നമുക്ക് റിയാലിറ്റി ഷോസ് എല്ലാം കഴിഞ്ഞിപ്പം ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ്? ഇപ്പൊ ഓക്കെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്, അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗിങ്, കമ്പോസിങ്, യു ഹാവ് ഗോട്ട് യുവർ ബാൻഡ് ഓൾസോ അല്ലേ? ഫോർ നൗ ബാൻഡ് ഒരു പെർമനന്റ് ലൈനപ്പ് ആയിട്ടില്ല, ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ്. അപ്പം പിന്നെ അത് കൂടാതെ കുറച്ച് ഒറിജിനൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് കുറച്ച്. പിന്നെ ഈ പ്ലേ ബാക്കിലേക്കുള്ളൊരു കോൾ ഏത് സമയത്താണ് വന്നത്? പ്ലേ ബാക്ക് ആക്ച്വലി ഞാൻ കുറച്ച് നാള് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളുടെ അതേ ബാച്ചിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങളിൽ കുറച്ച് പേര് മ്യൂസിക്കിനോട് ഇഷ്ടമായിട്ടാണ് സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ സൗണ്ട് ഡിസൈനും അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യാനും കമ്പോസിങ്ങും സ്കോറിങ്ങും ഒക്കെ ചെയ്യാനും ഭയങ്കര താല്പര്യമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങൾക്ക് ഇതുപോലൊരു ചെറിയ ഫിലിം വന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കമ്മിറ്റ് ചെയ്തു. ഒരുപാട് റെമ്യൂണറേഷൻ ഒന്നും ഇല്ല, ഒരു ചെറിയൊരു ഫിലിമായിരുന്നു. പക്ഷെ ആ ഫിലിമിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ നല്ലതായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് മാത്രമേ ഞങ്ങൾ എടുത്തതാണ്. ആൻഡ് അതിലപ്പോൾ ഞാനതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ എൻ്റെ ഫ്രണ്ട് സഞ്ജയ് പ്രസन्न എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം അവന് എൻ്റെ മ്യൂസിക് ചെയ്യായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർ, പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾക്കും ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം ആയിരുന്നു അതിൽ ചെയ്യാനായിട്ട്. കാരണം അതൊരു ട്രൈബൽ സ്റ്റോറി ആയിരുന്നു. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് മ്യൂസിക്കും വേണം. അപ്പം എന്നാൽ നമുക്ക് സ്ഥിരം എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ട്രൈബൽ സംഭവം ആ ഒരു സൗണ്ടിങ്ങും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതുപോലെ കുറേ ഇത് എക്സ്പ്ലോർ ചെയ്തു. അവൻ അതിനായിട്ട് വേണ്ടി ഒരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് വരെ ഉണ്ടാക്കി. അപ്പം ഞാനാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു സൗണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ ഉണ്ണിയുടെ 10,000-1500 രൂപേൻ്റെ ചെറിയൊരു ഗിറ്റാറുണ്ട്. അതും അവൻ മറ്റേ അടിച്ച് പൊളിച്ച് വെച്ചിരുന്നു. 2-3 സ്ട്രിങ് ഉണ്ടാവും 6 പകരം, ബാക്കിയെല്ലാം പൊട്ടി. അപ്പൊ ഞാൻ അതും എടുത്തിട്ട് അതുമ വായിച്ചിട്ടുണ്ട് ആ ഒരു പ്രത്യേക ഒരു സൗണ്ട് കിട്ടാൻ. അത് അതിൽ വന്നപ്പം ലെയറൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അതില് ഇതുപോലൊരു പാട്ട് വന്നപ്പം ആര് പാടുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ വലിയ ബഡ്ജറ്റും ഇല്ലല്ലോ. അപ്പൊ വലിയ പ്ലേ ബാക്ക് സിംഗേഴ്സിനെ വിളിക്കാനും ഉള്ളൊരു അപ്പം എൻ്റെ ഫ്രണ്ട് നീണ്ട പഠിക്കും അങ്ങനെ ഞാൻ വേണം പറഞ്ഞു ഞാൻ ഇങ്ങനെ നീ പാടി നോക്കെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പാടി. അങ്ങനെ വന്നൊരു സോങ് ആയിരുന്നു അത്. പുല്ല് എന്ന് പറഞ്ഞ ഫിലിമിലെ എല്ലാവരും എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആയിരുന്നു. ഭയങ്കര ഹൈ പിച്ചിലുള്ളൊരു പാട്ടുമായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ മറ്റേ തൊണ്ടവേദന വന്ന് കിടപ്പി. അതെ, പാട്ട് പഠിക്കാനൊക്കെ സമയം എടുക്കുമ്പോൾ ട്രെയിന് കൊടുത്തുകൊണ്ടിരിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പാട്ടുകൾ ഇൻഡിപെൻഡന്റ് ട്രാക്സ് പിന്നെ ഏതൊക്കെയായിരുന്നു? പിന്നെ ഞാൻ ഒരു ട്രാക്ക് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. പുള്ളി തന്നെയായിരുന്നു, വിവേക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് തന്നെ. ആ ആൾ തന്നെയായിരുന്നു അതിൻ്റെ ലിറിക്സും. അപ്പം വിനീതേട്ടനെ വെച്ചിട്ട് ആ മ്യൂസിക് ഒരു പുള്ളിക്കാരൻ്റെ മ്യൂസിക് വീഡിയോ ചെയ്യണമായിരുന്നു.
അപ്പം ആൾക്ക് ഓൾറെഡി വിനീതൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു പാടാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു മ്യൂസിക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് ഈ ലിറിസിസ്റ്റ് വന്നപ്പോൾ ഞാനൊന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സോങ് ചെയ്തു, ലവ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ലൊരു മ്യൂസിക് വീഡിയോ ആണ്. ഒരു ഓൾഡ് ഏജ് ഹോമിലെ ഒരു വൃദ്ധനും തമ്മിലുള്ളൊരു പ്രണയം എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് അവർ ചെയ്തൊരു മ്യൂസിക് വീഡിയോ ആണ്. അപ്പം അതിൽ വിനീതണ്ണും പാടി അനാർക്കലി മരിക്കാറും പാടി ഒരു ഡ്യുവറ്റ് ആയിരുന്നു. അത് കമ്പോസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തു, മിക്സ് ആൻഡ് മാസ്റ്റർ ഒക്കെ ഞാൻ തന്നെ ചെയ്തു ടെക്നിക്കലി. നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം അതും കൂടി ഉണ്ട്. അപ്പം അതും അങ്ങനെ ഒരു ഇതുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം വേറൊരു ഫിലിം ചെയ്തു, അത് ആക്ച്വലി റിലീസായിട്ടില്ല, മെറി ക്രിസ്മസ് പറഞ്ഞിട്ട്. അതിൽ ഹരിചരൺ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടി. ഞങ്ങൾ ചെന്നൈ പോയി, പുള്ളിനെ കൊണ്ട് പാടിച്ച് എന്നെ സാറിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ നല്ല പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. വലിയ ആൾക്കാരൊക്കെ പറയുമ്പോൾ അങ്ങനെ. ഈ ഇപ്പം മ്യൂസിക് കമ്പോസറാണ്, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ, പിന്നെ സിംഗർ, സൗണ്ട് എഞ്ചിനീയർ. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഹാർട്ടായിട്ടുള്ള ഏതാണ് തോന്നിയിട്ടുള്ളത്? സിംഗിങ് തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം സിംഗിങ്ങാണ്. ഞാൻ പാട്ടാണ് ഏറ്റവും ആദ്യം തുടങ്ങിയത്. പാട്ട് പാടിയിട്ടാണ് മ്യൂസിക്കിലേക്ക് എൻ്റെ എൻട്രി. പാട്ട് പാടിയതിന് ശേഷമാണ് എനിക്ക് കൂടുതലും പ്രോഗ്രാമിങ് കുറച്ച് പ്രോഗ്രാമിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തൊരു ഇൻസ്ട്രുമെൻറ്റ് ഗിറ്റാറാണെന്ന് മനസ്സിലാക്കി ഞാൻ ഗിറ്റാർ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഗിറ്റാർ അതിനുവേണ്ടി പഠിക്കും. പക്ഷേ ഗിറ്റാർ ഞാൻ ചുമ്മാ പാടി വായിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പാടി വായിക്കാനുള്ള ഷോസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അതെ. പിന്നെ ഞാൻ മ്യൂസിക് പ്രൊഡക്ഷനിലൊരു പ്ലാറ്റു എത്തിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി എക്സ്പോഷർ വേണം. അങ്ങനെയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കുക. കുറച്ചും കൂടി ടെക്നിക്കൽ നോളജും വേണം. അങ്ങനെ ടെക്നിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗും പഠിക്കുന്നത്. ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചാൽ കറക്റ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞാനിത് ആക്ച്വലി ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അത് ഇങ്ങനെയൊക്കെ കണക്റ്റഡ് ആണ്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷമാണ് സൗണ്ട് ഡിസൈനിങ്ങും ഉണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ് എല്ലാവരും വിചാരിക്കുമ്പോൾ ഒറ്റൊരു സംഭവം വിചാരിക്കും. പക്ഷേ സൗണ്ട് എഞ്ചിനീയറിംഗിൽ തന്നെ ഒരുപാട് എന്താ പറയുക, ലൈക്ക് ഒരുപാട് സബ് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പോൾ മിക്സിംഗ് മാസ്റ്ററിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് എഞ്ചിനീയർ ഉണ്ട്, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, മറ്റേ സൗണ്ട് ഡിസൈനർ ഉണ്ട്, RR മിക്സർ ഉണ്ട്, ഫിലിം മിക്സർ, അങ്ങനെ ഒരുപാട് നമുക്ക് സബ് തിരിഞ്ഞ് അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് എഞ്ചിനീയർ എല്ലാം ചെയ്തോളൂ ഇത് അങ്ങനെ ഒരു ഇതിൽ നിന്നിരുന്നത്. പക്ഷെ നമ്മളതിലേക്ക് ആസ് എ സിംഗർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ റെക്കോർഡിംഗ് എഞ്ചിനീയറിംഗിന്റെ, ഞാൻ കൂടുതലും റെക്കോർഡിംഗ് എഞ്ചിനീയർ, എനിക്ക് റെക്കോർഡിംഗ് ആണ് താല്പര്യം. മിക്സിംഗ് മാസ്റ്ററിങ്ങിനേക്കാളും അല്ലെങ്കിൽ മിക്സിങ്ങിനേക്കാളും സൗണ്ടിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മ്യൂസിക്കിൻ്റെ റെക്കോർഡിങ് ടേക്സ് എടുക്കാനായിട്ട്. അപ്പം സിംഗേഴ്സൊക്കെ വന്ന് പാടുമ്പോൾ അതിൽ നമ്മളെന്താ ഉണ്ടാവുക, നമ്മൾ ആസ് എ റെക്കോർഡിംഗ് എഞ്ചിനീയർ നമ്മൾ ഭയങ്കര അനലിറ്റിക്കലായിട്ട് നോക്കണം, സർജിക്കലായിട്ട് നമുക്ക് നോക്കാൻ പറ്റണം. അവർ പാടുന്ന ടേക്ക് വൃത്തിയുള്ളതാണോ, അതിൽ പ്രശ്നങ്ങളുണ്ടോ, ശ്രുതി ചേരുന്നുണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അവിടെ ലൈവായിട്ട് ഓൺ ദ ഗോ നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഭയങ്കര കീനാവും, നമ്മുടെ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പം മാത്രമല്ല നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഡ്രോബാക്സും, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രൊണൗൺസ്ഡ് ആയിട്ട് നമുക്ക് കേൾക്കുകയും ചെയ്യും. കാരണം ഇത്രയും നല്ല ക്ലാരിറ്റി ഉള്ള മോണിറ്റേഴ്സ്, സ്പീക്കേഴ്സും എല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഇത്രയും ലക്ഷങ്ങളുടെ എക്വിപ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം നല്ല മൈന്യൂട്ട് ആയിട്ടുള്ള ഇഷ്യൂസ് പോലും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഭയങ്കര അനലിറ്റിക്കലാവും. അപ്പം നമുക്കത് സിംഗിങ്ങിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, നമ്മുടെ ഇതിലേക്കും അത് പതുക്കെ നമ്മൾ യൂസ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ പാടുമ്പോൾ ഓക്കെ അവിടെ ശരിയായിട്ടില്ല, അങ്ങനെ നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഷോവും ഇപ്പോൾ
ചെയ്തിട്ടുള്ള ഷോ തമ്മിലുള്ള വ്യത്യാസം അതാണ്. പണ്ടത്തെ എക്വിപ്മെന്റും ഡിഫറെന്റ് ആയിരുന്നു, ഇന്നത്തെ എക്വിപ്മെന്റും ഡിഫറെന്റ് ആണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡൈനാമിക് മൈക്സ് ആയിരുന്നു, അത് നമ്മൾ നോർമലി ലൈവിൽ പാടുന്ന പോലെ തന്നെ നമ്മൾ നിന്ന് പാടും. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് ഇഷ്യൂസ് ഒക്കെ ചിലപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോ ഗ്രേഡ് മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി 8.5 ലക്ഷത്തിന്റെ മൈക്കിലാണ് നമ്മളിന്ന് പാടുന്നത്. അപ്പം അതിന് ഏറ്റവും മൈന്യൂട്ട് ഈ ഇതുകൾ പോലും നമ്മൾ സ്റ്റുഡിയോ കേൾക്കുന്ന പോലെ തന്നെയാണ് ജഡ്ജസിന് അവർക്ക് ഇതിൽ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ തന്നെ ഇവിടെ വേണം. അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിട്ടുള്ള നമുക്ക് നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ വേറൊരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ട് ആസ് ഒരു കോമൺ മാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വരില്ല. നമ്മൾ ഒരു പാട്ട് പുതിയ പാട്ട് അവിടെ ആ കിക്ക് നല്ല കൊള്ളാം, അല്ലെങ്കിൽ അവിടെ അവിടെ യൂസ് ചെയ്ത ഗിറ്റാർ നമ്മള് എങ്ങനെയും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും അല്ലേ? അത് കറക്റ്റ് ആണ്, ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ. അത് ഫുള്ളായിട്ട് അപ്പൊ അതും പുതിയൊരു കാര്യമാണ്. നമ്മൾ ഓരോന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഓക്കെ നമ്മൾ ഇതായിരുന്നു ശരി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും വേറെ സംഭവം കണ്ട് ഇങ്ങനെയും അല്ല ഇങ്ങനെയും വേണം എന്നുള്ള സാധനം കിട്ടുന്നത്. അപ്പൊ പിന്നെ കുറേ കൂടി ഞാൻ ഫീലും ഇമോഷനും പാട്ടുകളുടെ അതിനും കുറച്ച് ഊന്നൽ കൊടുത്ത് കേൾക്കാൻ. പിന്നീട് കുറച്ചും കൂടി ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഗസലൊക്കെ കേൾക്കുമ്പോഴാണ് ലിറിക്സ് കുറച്ചും കൂടി ഞാൻ എന്താ പറയാ ഒരു സോങ്ങില് ലിറിക്കിനും നല്ലൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് ഗസൽസ് കേൾക്കുമ്പോൾ അതിലത്തെ വരികളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വരികളാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തില്. അപ്പൊ അങ്ങനെ ലിറിക്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഓരോരോ എന്താ പറയാ അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോറേഷനിൽ ത്രൂ ആണ് വരുന്നത്. നമ്മളത് എന്താ വ്യത്യാസം കുഴപ്പമില്ല. അല്ല, പക്ഷെ അത് മാത്രമല്ല, ഒരാളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇത് ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം നമുക്കത് തോന്നില്ല. നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് കിടുമ്പോൾ നമ്മുടെ മനസ്സിലത് നിൽക്കും, ഇത് ഇങ്ങനെ നോക്കണം അല്ല അങ്ങനെ നോക്കണം എന്നുള്ളത്. പിന്നെ നമുക്കൊരു തോന്നൽ വേണമല്ലോ ഏത് ഭാഗത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് അല്ലേ? അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ ഭാഗങ്ങളൊക്കെ എല്ലാ സൈഡും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മൈൻഡിലും നമുക്കും അതൊരു എന്താ പറയാ ഒരു ഫീല് കിട്ടണം. നമുക്ക് ഇന്ന സൈഡ് എക്സ്പ്ലോർ ചെയ്യണം, അത് മറ്റുള്ളവർ പറയണേക്കാട്ടും സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഭയങ്കര വലിയൊരു ഫീലാണ്. അതെ അതെ, നമ്മള് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മളതെല്ലാം ക്ലിയർ ആയിട്ടും വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ക്രിട്ടിക്കലാണ്, ഭയങ്കര പ്രിസൈസുമാണ്. എനിക്ക് ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടാണ് ഞാൻ നോക്കുക. ഇപ്പോൾ ഒരു സംഭവം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യം മാത്രം നോക്കിയിട്ട് പോകാന്നല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് പഠിക്കാൻ. മാക്സിമം അത് പെർഫെക്ഷൻ ആക്കാന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയണതല്ലേ. ഇപ്പൊ റിയാലിറ്റി ഷോസ് ഇപ്പൊ കുറെ ചെയ്തല്ലോ. പെട്ടെന്ന് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഏത് പാട്ടാ മനസ്സിൽ വരണത്? കാരണം നമ്മൾ കുറെ നേരം സംസാരിക്കണം. ഇപ്പൊ ഒരു പാട്ട് ഞാൻ പാടിച്ചില്ലെങ്കിൽ ദിൽരാജിന്റെ ഫാൻസ് തന്നെ പെട്ടെന്ന് മനസ്സിൽ പറയാൻ മറന്ന പരിഭവങ്ങൾ തന്നെയാണ് ആണല്ലേ. ഏറ്റവും കൂടുതൽ എന്താ പറയാ ചിത്രേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നല്ലേ? ചിത്രേച്ചി മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് പേര്. ഞാൻ ജഡ്ജസിന് എടുത്ത് പറയുമ്പോൾ പറഞ്ഞതാണ് ചിത്രേച്ചി എന്നുള്ളത്. കാരണം സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചരണത്തിന്റെ സെക്കൻഡ് പാട്ടിൽ ആ ബ്രത്ത് എങ്ങനെ അത് ഹോൾഡ് ചെയ്ത് പാടിയത് ഫുള്ള് അത് ഒരു ഞാൻ ആ സോങ് ഇറങ്ങിയതിന് ശേഷമാണ് സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള രമേശ് നാരായണൻ സാറായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. സാറ് വന്നിട്ട് കമന്റ് ചെയ്തു, നന്നായി പാടി, വെരി ക്ലോസ് ടു ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞു. സാറും എക്സാക്ട്ലി ഞാനത് കഴിഞ്ഞിട്ട് സാറിന് നമ്പർ കിട്ടി. അപ്പം സാറിനെ വിളിച്ച് സാർ പറഞ്ഞു ഒരു ദിവസം വരും, ട്രിവാൻഡ്രം വരുമ്പോൾ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരുന്നു. അപ്പൊ അതും നമുക്ക് വലിയൊരു വേറെ ആരുമില്ലല്ലോ, ഈ സോങ്ങിന്റെ മേക്കർ തന്നെ പറയാന്ന് പറയുമ്പോ നമുക്ക് ആ സോങ്ങിന്റെ ഒരു പറയാൻ മറന്ന് പരിഭവങ്ങൾ പറയാൻ മറന്ന് പരിഭവങ്ങൾ വിരഹാർദ്രമാം മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവ് പോൽ
പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാം മിഴികളോർക്കേ. എന്ത് രസമാണ് കേൾക്കാൻ. ഇതിന്റെ ഫീൽ എങ്ങനെയാ കൊടുക്കണത്? ലൈക്ക് ഞാൻ മാക്സിമം ഹരിജീനെ ഇങ്ങനെ ഓർത്ത് വിഷ്വലൈസ് ചെയ്തിട്ട്. അല്ല, ചില ആൾക്കാർ പറയും ചില പാട്ടുകൾ പാടുമ്പം മൂവീസ് കാണാറുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും സോങ്സ് ഒക്കെ അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ മൂവീസ് ചിലപ്പോൾ എല്ലായ്പ്പോഴും കാണാൻ പറ്റിയില്ല എന്ന്, പക്ഷേ അറ്റ്ലീസ്റ്റ് മ്യൂസിക് വീഡിയോ എങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അപ്പം മേ ബി അതിൻ്റെ ഒരു ഐഡിയ കിട്ടാനും, പിന്നെ ലിറിക്കും ഭയങ്കര ഒരു ഇതാണല്ലോ. ലിറിക്കും നല്ലൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇതിന് പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറയുമ്പോ തന്നെ ഓക്കെ പരിഭവം ഉണ്ടല്ലോ. അപ്പം അതന്നെ അതിന്റെ ഒരു ഓൾറെഡി സെറ്റ് ആണ്. അതെ, അങ്ങനെയൊക്കെ നോക്കുന്നു. ഈ പാട്ടല്ലാണ്ട് വേറെ അതർ ഹോബീസ് എന്തൊക്കെയാ? ഓഫ് കോഴ്സ് ഗിറ്റാർ വായിക്കും, ഞാനത് പറയാൻ മറന്നു കൊണ്ടുവരാൻ വേണ്ടിട്ട്. അല്ലാണ്ട് വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഗിറ്റാറാണ് മെയിൻ. ഞാൻ പിന്നെ കുറച്ച് കീബോർഡ് വായിക്കും. അതും ഒരു പാർട്ട് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ പോലെ. ഈ മറ്റേ ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ആദ്യം കീബോർഡാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് നാളത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് ഇതുപോലെ ഏതോ ഷോയ്ക്ക് പോയി എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാതെ പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലും സിംഗിങ്ങിനായിരുന്നു പാരൻസ് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ പതുക്കെ ഞാനായിട്ട് എടുത്തൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് കോളേജ് തുടങ്ങിയത്. ഞാൻ പോയി ഗിറ്റാർ പഠിക്കാൻ തുടങ്ങി. കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗിറ്റാർ വേണമല്ലോ. അതെ, സിംഗിങ് ഓൾറെഡി കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ഒരു ഇൻസ്ട്രുമെന്റും കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഫാൻസിനെ ഒന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ആ സമയത്തൊക്കെ കുറെ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി ആ സമയത്ത് ഇങ്ങനെ വായിച്ച് തുടങ്ങുന്നുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറച്ചൊക്കെ ചെയ്യുന്നല്ലാതെ. ഈ പാട്ട് ഏത് വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയത്? പാട്ട് ആക്ച്വലി ഞാൻ 2ാം ക്ലാസ് മുതലായിരുന്നു ഞാൻ ക്ലാസിക്കലി ട്രെയിനിങ് തുടങ്ങിയത്. അതിനു മുന്നേ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ കോമ്പറ്റീഷൻസ്. പിന്നെ എൻ്റെ ചേച്ചിമാര്, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അപ്പൊ അവരാണ് ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് മാഷൊക്കെ വന്ന് പാടുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കും. ചേച്ചിമാര് പാട്ട് പഠിക്കണ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കും. അപ്പം ഇവരിങ്ങനെ പാടുമ്പോൾ ചിലപ്പോ അങ്ങനെ ഇരുത്തലൊന്നുമില്ല, ഞാനങ്ങനെ ഇരിക്കില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഓടി നടക്കും. പക്ഷെ നമ്മളിങ്ങനെ നമ്മള് കേൾക്കുമ്പോ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോ നമ്മളിങ്ങനെ ചുമ്മാ പാടും. അത് റിപ്പീറ്റ്. അതെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇവരും പാടുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എനിക്കിങ്ങനെ മ്യൂസിക് ക്ലാസ്സിൽ ചേരണോ? എന്താണോ പോവാന്ന് ചുമ്മാ നോക്കാൻ. വയസ്സുള്ള ഒരു ഏജ്, നമുക്ക് അത്ര പേഷ്യൻസ് കുറവുള്ള സമയം. പിന്നെ അങ്ങനെ കൊണ്ടുപോയി ചേർത്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കൊച്ചല്ലേ, നമുക്ക് കുറെ നേരം ഇങ്ങനെ സാരി ഗാമ പാടിയിരിക്കുമ്പോ നമുക്ക് ഭയങ്കര ബോറടിക്കും. ചിലപ്പോ നമുക്ക് ഇല്ല, അന്ന് പക്ക ഞങ്ങളുടെ ടീച്ചർ ക്ലാസിക്കലായിരുന്നു. അതാകുമ്പോ കുറച്ച് പണിയായിരിക്കും. കുറച്ച്. പിന്നെ എൻ്റെ ആദ്യത്തെ ഗുരു സുമാവണി കൃഷ്ണൻ പറഞ്ഞിട്ട് ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ മകനുണ്ട്. അപ്പം ഞങ്ങള് ഒരു ഏജ്. അപ്പം ടീച്ചറിന്റെ അവിടെ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് ക്ലാസ്, അപ്പം എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിമാർക്കുള്ളത് എടുക്കും, കാരണം അവർ കുറച്ച് സീനിയർ ആയിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ ഇറങ്ങും. അപ്പം എനിക്ക് പോയി അവൻ്റെ കൂടെ കളിക്കാം, അതായിരുന്നു മെയിൻ. അപ്പം ഇങ്ങനെ എൻ്റെ കഴിഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ പറയാൻ കാത്തിരിക്കും ചില ദിവസം, ഇങ്ങനെ എന്നാ പൊക്കോന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കൂടെ പോയി കളിക്കാമല്ലോ.
അങ്ങനെയൊക്കെ ആയിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു അല്ലേ ക്ലാസിക്കൽ? അതെ. പിന്നെ ഞങ്ങള് വി മൂവ്ഡ് അറൗണ്ട് കുറച്ച്. അപ്പം പിന്നിട്ട് ഞങ്ങൾ ആദ്യം ബഹ്റൈനിലായിരുന്നു. ഓക്കെ. അപ്പം അവിടെയായിരുന്നു ടീച്ചറും. അപ്പം പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു 2004-05 ഒക്കെ ആയപ്പോഴത്തേനും ഇന്ത്യയിലേക്ക് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്തു. അപ്പം ഇവിടെ ഒരു നല്ലൊരു ടീച്ചറിനെ കണ്ടെത്താൻ കുറച്ച് ടൈം എടുത്തു. കുറച്ചും അവിടെ ഇവിടേക്കൊക്കെ മാറി പലരുടെ അടുത്തൊക്കെ പഠിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം എടുത്തു. അപ്പം കുറച്ച് ബ്രേക്കും വന്നിട്ടുണ്ടായിരുന്നു.